ശാരദാ മുരളീധരന്റെ ഔദ്യോഗിക ജീവിതത്തിലെ അവസാന ദിവസം കേരളത്തിന്റെ വികസന ചരിത്രത്തിൽ കാലങ്ങൾ നിലനിൽക്കുന്ന നിരവധി അടയാളപ്പെടുത്തലുകൾക്ക് നേതൃത്വം നൽകി. ചുരുങ്ങിയ കാലയളവിൽ പല ചരിത്രപരമായ ഇടപെടലുകളും നടത്തി. ഏറ്റെടുത്ത പദവികളൊക്കെ മികച്ചതാക്കി. ഏറ്റവും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയത് ഏതാണ് എന്ന് ചോദിച്ചാൽ കുടുംബശ്രീയാണ്. ഏറ്റവും അധികം നമുക്ക് ചാരിതാർത്ഥ്യം തോന്നിയിട്ടുള്ളത്, ഏറ്റവും എൻജോയ് ചെയ്തിട്ടുള്ളത് ഡൽഹിയിൽ ഞാൻ NIFTയിൽ DG NIFT ഡയറക്ടർ ജനറൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫാഷൻ ടെക്നോളജി, അതായിരുന്നു ഏറ്റവും രസകരമായിട്ടുള്ള ഒരു അനുഭവം. ഔദ്യോഗിക ജീവിതത്തിന്റെ തുടക്കം തിരുവനന്തപുരം ജില്ലാ കളക്ടർ. 2024 ഓഗസ്റ്റ് 31 സംസ്ഥാനത്തെ 5ാമത്തെ വനിതാ ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റു. ചരിത്രത്തിലെ തന്നെ അപൂർവ കാഴ്ചയായ ഭർത്താവിൽ നിന്ന് ഭാര്യ അധികാരം ഏറ്റെടുക്കുന്നു എന്ന പ്രത്യേകതയോടു കൂടിയായിരുന്നു ശാരദാ മുരളീധരൻ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയത്. സാധാരണക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന രീതി ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ ഉണ്ടാകുമെന്ന് തുടക്കത്തിലേ ഉറപ്പു നൽകി. വയനാട് ദുരന്തവും പുനരധിവാസവുമായിരുന്നു തുടക്കത്തിലെ വെല്ലുവിളി. സാധാരണഗതിയിലുള്ള നമ്മുടെ പ്രോജക്റ്റുകൾ കാണുമെങ്കിൽ ഒരു 4-5 വർഷം എടുക്കുന്ന ഒരു സംഗതിയായിരിക്കും. ഇതിപ്പോൾ 1 വർഷത്തിനുള്ളിൽ തന്നെ ഇതിനെ നമുക്ക് യാഥാർത്ഥ്യമാക്കണം. അപ്പോൾ അതിനുള്ള വഴികൾ നമ്മൾ ആരായുമ്പോൾ നിലവിലുള്ള ഉത്തരവുകളും പ്രോസസ്സുകളും ഒക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ടായിരുന്നു. കേരളത്തിലെ കുടുംബശ്രീ പ്രസ്ഥാനത്തെ വനിതകളുടെ ഉപജീവന ശാക്തീകരണത്തിനുള്ള പ്രധാന സംഘടനയാക്കി. ഏകദേശം 44 ലക്ഷം സ്ത്രീകളെ മൈക്രോ ഫിനാൻസ് ഉൾപ്പെടെയുള്ള പദ്ധതികൾക്ക് കീഴിൽ കൊണ്ടുവരികയും കൃഷി ഉൾപ്പെടെയുള്ള സ്വയം തൊഴിൽ സംരംഭങ്ങളിലേക്ക് കൊണ്ടുവരാനും ശാരദയ്ക്കായി. പ്രാദേശിക സർക്കാരുകൾ ശാക്തീകരിക്കപ്പെടുമ്പോൾ അവരോടൊപ്പം നിൽക്കുന്ന, അതും സ്ത്രീകളുടെ ഒരു സംഘടനാ സംവിധാനം അവരുടെ ഒരു പിൻബലമായിട്ടും സപ്പോർട്ടായിട്ടും എങ്ങനെയാണ് നിലകൊള്ളുക, അങ്ങനെ നിലകൊള്ളുമ്പോൾ ഇത് ഒരു സ്ത്രീ ശാക്തീകരണത്തിൻ്റെ അജണ്ട എങ്ങനെയാണ് പുഷ് ചെയ്യാനായിട്ട് സാധിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കുറേ അധികം വളരെ രസകരമായിട്ടുള്ള പാഠങ്ങൾക്ക് വഴിയൊരുക്കിയതാണ് കുടുംബശ്രീയുടെ അനുഭവം. അവസാന ദിനത്തിലും ഇനിയും എന്തൊക്കെയോ ചെയ്യാനുണ്ടെന്നായിരുന്നു ശാരദയുടെ മറുപടി. കേരളത്തിന്റെ കരുത്തുറ്റ ഉദ്യോഗസ്ഥയായിരുന്ന ശാരദാ മുരളീധരൻ ഇനി പൊതുജീവിതത്തിലും സാമൂഹിക കാര്യങ്ങളിലും സജീവമാകുമെന്ന് പ്രതീക്ഷിക്കാം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.